മൈ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ട് പോകണമെന്ന് അറിയോ? ഇന്നിന്റെ കൂടെ നമ്മളെ സിനാനുണ്ട്. കുറെ ആൾക്കാർ ഇവനെ എവിടെയെന്നൊക്കെ ചോദിച്ചത് ആ ഇന്റർവ്യൂ ഒക്കെ ഇറങ്ങിയതിന് ശേഷം കുറച്ച് ദിവസം അയച്ച് വീഡിയോയിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ബാംഗ്ലൂർ ബൈക്ക് ചെയ്യുന്നു. അപ്പൊ കുറെ ആൾക്കാർ ഇവൻ എന്നെ ചപ്പിയോ യൂട്യൂബ്. അപ്പൊ അങ്ങനത്തെ കുറെ ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഇവനൊന്നല്ല അതൊക്കെ സോൾവ് ആയിക്കണം. ആ പരിപാടിയൊക്കെ ഈ ഇന്റർവ്യൂ നോട്ട്സ് ഇവനായിട്ടോ അങ്ങനൊന്നും ഒരു ബന്ധമൊന്നുമില്ല. അത് അറിയാത്ത ആൾക്കാർ അത് കഴിഞ്ഞ കേസാണ്. അത് കഴിഞ്ഞ കേസാണ്. അതൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് സോൾവ് ആയി എന്ന് പറഞ്ഞാല് അപ്പൊ കൊറേ മനസ്സിൽ വെച്ചാണ് ഓക്കെ ആയിക്കണം. അതൊക്കെ ഓക്കെ ആയിക്കണം. അപ്പൊ ഇനി ആരും അതിനെ പറ്റിട്ടൊന്നും പറയല്ല, ആരെയും മനസ്സിലാക്കുകയും ചെയ്യല്ലേ. വെറുതെ എന്തിനാ നമ്മൾ ഓരോരുത്തരുടെ സമാധാനം കളയണം. അപ്പൊ ഓക്കെ. അപ്പൊ നമ്മൾ ഇനി പൊന്നാനിക്ക് നോമ്പറക്കാൻ വേണ്ടിട്ട് പോവാണ്. ഇപ്പൊ നമ്മൾ ഡെയിലി വ്ളോഗ് ഇടണ്ട് പറഞ്ഞിരുന്നു. അപ്പൊ ഇന്നലെ അല്ല മിന്നാന്നൊക്കെ നമ്മൾ വ്ളോഗ് ഇട്ടിരുന്നു. പക്ഷെ ആ വ്ളോഗ് റിമൂവ് ആയി പോയി. കാരണം എന്താ വെച്ചാല് എന്റെ കാക്കുവിന്റെ കുട്ടി ടൗസർ ഇടായിരുന്ന ടൈം ചുക്കാമണി എവിടെയോ കണ്ടിക്കണ്. അപ്പൊ അതുകൊണ്ട് റിമൂവ് ആയി പോയി. ഗൈഡ് ലൈൻസ് അങ്ങനെ എന്തോ യൂട്യൂബിന് എന്തൊക്കെ പരിപാടികളാണ് അതൊക്കെ. അപ്പൊ അതുകൊണ്ട് അത് തീരുമാനമായിക്കണ്. അതിനെ കുറച്ചേരം കണ്ട്. ഇപ്പൊ ഇന്നലെ രാത്രി 1 രാവിലെയാണ് റിമൂവ് ആയി പോയിക്കണത്. ഞാൻ സ്റ്റുഡിയോ എടുത്ത് നോക്കിക്കുമ്പോ അങ്ങനെയാണ് കണ്ടത്. ആ വീഡിയോ അങ്ങനെ പോയിക്കണേ. അപ്പൊ ഇന്ന് നമ്മള് പൊന്നാനി പോവാ. അത് 3ാമത്തെ തൊട്ടാ പറയുന്നത്. പൊന്നാനി പോവാണ്. നേരെ ആണെങ്കിൽ നോക്കാണ് 5:21 ആയിക്കണ്. നമുക്ക് 6:20 ആകുമ്പത്തിന് അവിടെ എത്തണം. ഇനി വളാഞ്ചേരി പോയി സാബുവിനെ എടുത്തിട്ട് വേണം പോവാന്. അപ്പൊ നേരെ നമുക്ക് എന്തായാലും എത്തൂല. നോമ്പർക്ക് എത്തൂല. നോമ്പറക്കാനാ പോണ. പക്ഷെ നോമ്പർക്ക് എത്തൂല. വണ്ടി നോമ്പറക്കണ്ടായിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെ ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇനി അങ്ങനെ കാണാം നമുക്ക് അല്ലേ? മട്ടം പോലെ ചെയ്യാം. സിനാൻ എപ്പോഴാ ബാംഗ്ലൂരിൽ എത്തി? ഓൻ ബാംഗ്ലൂരായിരുന്നു കേട്ടോ. ഇന്നലെ രാവിലെ എത്തി. എന്നിട്ട് എവിടെയായിരുന്നു? ഉറങ്ങിയോ? എന്താ ഈ ബാംഗ്ലൂർക്ക് എന്തിനാ പോയത്? ബാംഗ്ലൂർക്ക് ഇന്റർവ്യൂ. ഓണം ഓഫ് ആക്കോ അല്ലേ? കേൾക്കൂല. ഇന്റർവ്യൂക്ക് എന്തിന്റെ? ആകാശ കിട്ടിയോ? എന്നിട്ട് അതന്നെയാണ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. അത്ര തന്നെ ഉള്ളൂ. അല്ല ഇപ്പൊ ഫസ്റ്റ് തന്നെ പോയിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടൊന്നുമില്ല. ഞാൻ അടുത്ത പ്രാവശ്യം പോകുമ്പോ എനിക്ക് ഒന്നും കൂടി സിമ്പിൾ ആവൂലേ ഇവിടെ? അങ്ങനെ ഒക്കെ തോന്നും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ അതിന് ഇന്റർവ്യൂക്ക് പോയതാണ്. ഇനിയിപ്പോ നമ്മളെ അടുത്തുണ്ടാവും കുറച്ച് ദിവസം. പിന്നെയും പോവും അല്ലേ? ഓക്കെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഇനി നിങ്ങൾ വേറൊരു കാര്യം കൂടി ചെയ്യണം. നിങ്ങൾ എന്തായാലും എല്ലാ വീഡിയോയിലും ഇനി ഒന്നും വേണ്ട, നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. എന്തെങ്കിലും ഒരു കമന്റ്, അതായത് എന്തായാലും നമുക്കൊരു ഇത് ചെയ്യാം. അതായത് എന്താ പറയാ, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കമന്റ് എന്തെങ്കിലും ഒരു കമന്റ് ഇടുക. കാരണം എന്താ വെച്ചാൽ നമ്മള് കമന്റിലാണ് നമുക്കൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഇതൊക്കെ ഉണ്ടാവും. മറ്റേ ലൈക്കോ ഇതൊക്കെ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. നിങ്ങളിരുന്ന ഒരു റെസ്പോൺസ് കിട്ടണം. അപ്പൊ നിങ്ങൾ എല്ലാ വീഡിയോയിലും പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്മൾ നിർബന്ധിക്കണമൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു കമന്റ് ഇട്ടോളി. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറയണില്ല. സബ്സ്ക്രൈബ് ചെയ്തോളി. നമ്മൾ വീഡിയോസ് ഡെയിലി ആണ്. ലൈക്ക് ചെയ്യണമെന്നൊന്നും പറയില്ല. നിങ്ങൾ കമന്റ് ചെയ്യണ്ടോ? പിന്നെ കണ്ടന്റ് സജസ്റ്റ് ചെയ്യാൻ നമുക്ക് കണ്ടന്റിന്റെ ഒക്കെ ക്ഷാമുണ്ട്. അല്ല നമ്മള് ഈ ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനത്തെ വ്ളോഗിൽ നമ്മൾ അധികം ഇതില്ലല്ലോ. അതുകൊണ്ടാണ് നമുക്ക് അറിയില്ല അതിനെ പറ്റി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് സജസ്റ്റ് ചെയ്യാട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാം. താങ്ക് യു. അപ്പൊ നമ്മളെന്നാല് ഇനി സാബുവിനെ എടുത്തിട്ട് കാണാം. ഓക്കെ. നമ്മൾ സാബുവിന്റെ നാടായ മൂടാലെത്തിക്കണേ. അതിനെടുക്കാൻ വേണ്ടിട്ട് കുറെ ആൾക്കാർ ചോദിക്കലുണ്ട് സാബു ആരാണ്? എന്റെ അനിയനാണോ എന്റെ ഏട്ടനാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സാബു എന്റെ ഫ്രണ്ടാണ്. ഓന്റെ വീട് എന്റെ പേരെന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഒരു 35 കിലോമീറ്റർ ഉണ്ടാവും. പക്ഷെ നമ്മളെ പഞ്ചായത്തിൽ എപ്പോഴും ഉണ്ടാവും. എന്താ നിൽക്കണം സാബു? കേറി ഇതെന്താകുമ്പോ നോമ്പിന് മാത്രം തൊപ്പിയ ഇതിട്ട് എന്താ? അങ്ങനെ നമ്മളെ സാബുവിനെ കിട്ടിക്കുന്നു. സാബു, നമ്മൾ യൂട്യൂബ് വ്ളോഗ് ഒക്കെ തുടങ്ങി. എന്താണ് എനിക്ക് പറയാല്ലേ? നല്ല അഭിപ്രായം. കാരണം നമ്മൾ ഓരോ നോമ്പ് ഓരോ എപ്പിസോഡായിട്ട് സെറ്റ് ആക്കുന്നതാണ് അല്ലേ? നോമ്പിന് മാത്രമല്ല, ഞാൻ നോമ്പിന് ഒരു ചലഞ്ച് എടുത്തതാണ്. പക്ഷെ പാളി ഇന്നിട്ടില്ല. ഗൈസ്, ഇപ്പൊ ഇങ്ങനെ തൊള്ള തുറന്ന തെറിയ പറയാ. തെറിയല്ല, ഓന്റെ രീതിയിൽ ഓന്റെ ഒരു ഭാഷയാണ്. പക്ഷെ ഓനെ നമ്മളെ പുറത്തോട്ട് കേൾക്കുമ്പോ തെറിയ ഒന്നുമില്ല. എന്നാ എന്റെ നോമ്പ് അങ്ങനെ നോമ്പില്ലേ? നേരത്തെ ഒന്ന് അല്ല ഇതിന്റെ ബ്ലോഗിൽ എന്തെങ്കിലും പറയാം. സുഹൃത്തുക്കളെ, നല്ല എന്താ പറയാ, നാളെ നോമ്പറക്കലുണ്ട്. മലപ്പുറത്താ പോണോ? നമുക്ക് ഉണ്ടോ? എന്നെ വിളിച്ചാ ഓനും വിളിച്ചു. അത്ര അങ്ങനെ തന്നെ ഇങ്ങനെ കയറാൻ പറ്റുമോ? നിയമവിരുദ്ധം ഒറ്റ കൊടുത്തോ. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നേരം വൈകിക്കണം. കറക്റ്റ് എത്തൂല.
അപ്പൊ ഗൈസ് ഞാൻ ആദ്യമായിട്ട് എന്റെ മടി മാറ്റാൻ പോവാണ്. കുറെ ആൾക്കാരുണ്ട്, ഞാൻ കുറെ ആൾക്കാരുണ്ടെങ്കിലും വ്ളോഗൊന്നും എടുക്കലില്ല. പക്ഷെ ഇന്ന് ഞാൻ എന്റെ മാക്സിമം ഞാൻ ബ്ലോഗറാണ്. അപ്പൊ ഞാൻ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഐ എം കോൺഫിഡന്റ്. അപ്പൊ ഞാൻ ഇനി മടിയൊന്നും കാണിക്കാതെ വ്ളോഗ് എടുക്കാൻ പോവാണ്. ചേടാ എല്ലാരും കൊറേ ആൾക്കാരുണ്ടല്ലോ പഠിച്ചോനെ. അപ്പൊ കൊറേ ആൾക്കാരുണ്ട് ഇവിടെ. എനിക്ക് നല്ല പേടിയുണ്ട്. പേടിയല്ല പോലെ. അയ്യോ അത് റംഷാദാക്ക, അത് ഇതിന്റെ ഓണറാണോ? ഞാനാണെങ്കിൽ ഒരു തുണിയൊക്കെ ഇട്ടിട്ടാ വന്നിക്കണ്. അയ്യോ ഒരു മിനിറ്റ് ഗൈസ്. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. റംഷാദ ഇവിടെ തന്നെ പരിപാടി, ഇവിടെ തന്നെ പരിപാടി. ഇത് നമ്മളെ റംഷാദ, ഇത് നമ്മളെ ഗ്രോയിന്റെ ഓണറാണ്. സെറ്റാണ്, ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. എന്താ വർത്താനം? സെറ്റല്ലേ? ഇവിടുന്ന് അർഷാദ് ഇന്നലെ കണ്ടപ്പോൾ ഈ കുപ്പായാണല്ലോ. ഇജ്ജ് ദൂരല്ലേ? ഞാനന്ന് സിമ്പിളാക്കാൻ നോക്കിയ, പക്ഷെ പാളി. അല്ല എനിക്കെന്താ പറയണേ? ഞാൻ വ്ളോഗ് ആയിട്ട് പറ എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് എല്ലാരും നോമ്പ് വെക്ക. നോമ്പുണ്ടോ? നോമ്പുണ്ട് മുത്തേ. നോമ്പിട്ടൊരു കളിയില്ല, അത്രേ ഉള്ളൂ. ക്ഷീണല്ലേ മോത്ത് കാണാണ്ട്. ഷമീറൊക്കെ ഒക്കെ ഇവിടെ ഉണ്ട്. കൊറേ ആൾക്കാർ. ഇതിന്റെ ഒരു എന്താണ് ഇതിന്റെ ഉദ്ദേശമൊന്നുമില്ല. ഹായ്, ഇത് വരുന്നു മുസാഫിർ ഒഫീഷ്യൽ. മാണിക്കല്ല് മുസാഫിർ ഒഫീഷ്യൽ. ഒരു വട്ടം രണ്ടു വട്ടം ആരൊക്കെ കൊറേ ആൾക്കാരുണ്ടല്ലോ. കുതിർത്തൊക്കെ ഉണ്ടോ? എന്താ വർത്താനം? കുതിർത്ത് സുഖല്ലേ? ആര്? സാബു അല്ലേ? നോ പറയില്ല. നാളെ ഭൂമി പകുതിയാക്കി തരോ? യെസ്, ഞാനാക്കി തരാം, കുഴപ്പമില്ല. അതാണ് സാബു. എന്ത് കൊളാബ് ചെയ്യും? സെമീറാടെ? സെമീർ അവിടെ അല്ലേ? അയ്യോ അല്ലാ പാളി. മലക്കല്ല ഇജ്ജ എവിടെ പോണേ? എന്തേലും പറഞ്ഞ ഞാനും ഇങ്ങോട്ട് കൊണ്ടുവരും. എന്തേലും പറയാം, എന്തേലൊക്കെ പറയാം. എന്താ പറയണ്ടേ? നമസ്കാരം. ഇതൊന്നും അറിയില്ല, വെറുതെ കോസ്റ്റ്യൂം നല്ല രസം ഉണ്ട്. അല്ല റമദാൻ മാസത്തില് നോമ്പ് വലിക്കണം എല്ലാരും. അതെ, നോമ്പൊക്കെ വന്നാണ്. എന്റെ കൂടെ ഉള്ളത് സൂപ്പറാവാ. കറുപ്പിട്ടല്ലേ? പിന്നെ മൂന്ന് നോമ്പിനും നോമ്പ് നിൽക്കാത്ത എല്ലാ നോമ്പിനും 3 പടത്തിന് പോയി. ഹായ്, ഞാൻ പടത്തിന് പറ്റില്ല. പടച്ചോ നേര് ഞാൻ പടം കണ്ടു. അതെ അതെ, അതല്ലേ അതെ പുറത്തുള്ളൂ, ഞാൻ പരിയുന്നത്. ഇജെന്താ ഇങ്ങനെ വർത്താനം പറയണേ? സാബുവിന് 3 നോമ്പില്ല. സാബുനല്ലേ? സെമീറിനും ഇല്ല, 2 ഇന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തൊക്കെ പറയണേ? അപ്പൊ നൈഷു എന്തായി? എന്താ അവസ്ഥ? നൈഷിന്റെ 2 വാക്ക് പറഞ്ഞ. 2 വാക്ക് പറയാം. 2 വാക്ക് എങ്ങനെയുണ്ട്? 2 വാക്കില്ലേ? എന്തേലും പറയേ. ഇത് നൈഷു പ്രശസ്ത വ്ളോഗറാണ്, ഇൻഫ്ലുവൻസറാണ്. അതെ, എല്ലാമാണ്. എന്താണ്? ഓൾക്ക് നോമ്പുള്ള കറക്റ്റ് മുഖത്ത് കാണുന്നുണ്ട്. അതെ, ശരിക്കും ഉണ്ട്. സാബുന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അതെ, കറക്റ്റ് എവിടെ? ഇതെന്താണ്? ഇവിടെ കൊറേ ഉപ്പിലിട്ട പരിപാടിയൊക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ ആണോ അതോ വിൽക്കാൻ വെച്ചാണോ? നമ്മളെ വീട്ടിൽ നിന്ന് വരുന്നതാണ്. ആൾക്കാരുടെ നിന്ന് വ്ളോഗ് എടുക്കണേ. അപ്പൊ ഒരു മോട്ടിവേഷൻ പറഞ്ഞ. മോട്ടിവേഷൻ അറിയാൻ എന്തിനെ പറ്റുള്ള മോട്ടിവേഷന് വേണ്ടി. എന്റെ പേര് അഫ്വാദ്. അപ്പൊ ഇത് നിങ്ങളെ ബ്രാൻഡാണ്? നമ്മളെ ബ്രാൻഡാണ്. ഇത് ബൈത്തി എന്ന് പറഞ്ഞു കേട്ട് വീട്ടിൽ നിന്ന് അധികം പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ വെറും ഉപ്പും വെള്ളയും വിനേഗരും. ഇത് എങ്ങനെ കിട്ടുക? ഓൺലൈനായിട്ടാണ്? നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഷോപ്പ് തന്നെ കർമ്മയിലും വരുന്നുണ്ട്. നമ്മളെ ഷോപ്പ് കർമ്മയിൽ വരുന്നുണ്ട്, ബൈത്തിലെ. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കഴിച്ചില്ലേ? അവിടെ നമ്മളിവിടെ വന്നിട്ട് അൽഫാം കഴിച്ചോണ്ടാ. അവരെ തന്നെയാണ് ഇത് സാധനം, അവരുടെ ഷോപ്പിനാണ്. അങ്ങനെ ഞാൻ എന്നോട് പറഞ്ഞേ ആദ്യമായിട്ടാണ് വ്ളോഗ് എടുക്കണത്. ആൾക്കാരുടെ എനിക്ക് മടിയാണ്, ഞാൻ അങ്ങനെ ഒന്നും വർത്താനം പറയില്ല. ഇൻട്രോവേർട്ടാണ്. പക്ഷെ ജീവിക്കണ്ടേ, പോകേണ്ട കാരണം അതുകൊണ്ട് ഇങ്ങനെ പറയടാ. ആരൊക്കെ ഇരുന്ന് ഇങ്ങനെ പ്രത്യേകിച്ചില്ല, മെയിൻ ആളിച്ചാണ്. ചപ്പി അവിടെ ചപ്പി. എന്നാ ശരി, അസ്സലാമു അലൈക്കും. എന്നാ ഞങ്ങള് നോക്കട്ടെ കേട്ടോ. ഓക്കെ ശരി.
സാബു എന്താടാ നമ്മളോടും പറയണ സ്വകാര്യൊക്കെ പെണ്ണുങ്ങളോട് മാത്രല്ല പേര് ചോദിച്ചു പ്രഗ്നന്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ ഞാൻ അങ്ങനല്ല ചോദിച്ചത്, ഞാൻ പേര് ചോദിച്ചു എപ്പോഴും പ്രഗ്നന്റ് ആണ്. അപ്പൊ ഓക്കെ ഞാൻ ചോദിച്ചില്ല. പ്രഗ്നന്റ് ആയ ആൾക്കാർ പേര് ഞാൻ എനിക്കറിയില്ല ചോദിക്കൊണ്ടിരും. ഞാൻ അത്ര മോശപ്പെട്ടവനാണോ? ഒരു ദിവസം ഒരു 4 ആളെ കെയർ ചെയ്യണം, 4 പെൺകുട്ടികളെ കെയർ ചെയ്യണം. പെണ്ണുങ്ങളാണ് കയറിയത്. അത് പെണ്ണുങ്ങളെ കാര്യം സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ എന്നെ പല പെണ്ണും ഞാൻ ഒരു കാര്യം പൊട്ടിച്ചിട്ട് ഇക്കപ്പെടുത്തേ ഒരു വൈറലായില്ലേ പാലക്കാട്ടിലെ ഒരു കപ്പിൾസ് എന്താണ് ഞാൻ മഞ്ജുന്റെ പെണ്ണാടാ പറഞ്ഞില്ലേ അതിലേ ഞാനിപ്പെടുത്തേ പാലക്കാട് സ്റ്റേഡിയത്തിൽ പോയപ്പോഴേ ഇന്നൊരു പെണ്ണ് ലൈനാക്കാൻ നോക്കിണ്ടേ ഇതാ ഒരുത്തുണ്ട് ചെറുപ്പക്കാരൻ ഞാൻ ഇപ്പെടുത്തേ പാലക്കാട് സ്റ്റേഡിയത്തിൽ പോയിരിക്കുമ്പോഴേ ഇന്നൊരുത്ത് ലൈനൊക്കെ നോക്കിണ്ടേ ഒരുത്തി അത് എന്നോട് വരുന്ന പെണ്ണുകളൊക്കെ കമ്മിറ്റഡ് ആയിട്ട് വരും. സത്യം പറഞ്ഞ ഒരു പെണ്ണുവിനെ സിംഗിൾ ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ വന്നിട്ടില്ല. ഇന്നോട് ഒരു ദിവസം സാബ് പറയണേ അവിടെ വാവേ ഇന്നോട് എല്ലാ പെണ്ണുങ്ങളും കമ്പനി ആവണം, കുറെ പെണ്ണുങ്ങൾ കമ്പനി ആവും, പക്ഷെ ആരും എല്ലാവർക്കും ലൈൻ ഉണ്ടാവും, ആരും സിംഗിൾ അല്ല. അത് അതായത് ഇവനോട് കമ്പനി ആവാൻ വരുന്ന പെണ്ണുങ്ങളൊക്കെ സെറ്റപ്പ് ആയിട്ട് സെറ്റിൽഡ് ആയിട്ടൊക്കെ വരുന്നത്, മീൻസ് സെറ്റിൽഡ് ആയിട്ടൊക്കെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, സാബു വെച്ച് കഴിഞ്ഞാലേ സാബു ജെന്യുവിനാണ്. അതാണ് സംഭവം. അതെ, സാബുവിന് അങ്ങനെ നല്ല ആൾക്കാരെ സാബു ഇതൊക്കെ ഇപ്പൊ കിട്ടുണ്ടാവൂലേ? കിട്ടോ? അല്ല ഇനി ഇതൊക്കെ അടിച്ചു ചെയ്യാൻ പറയാം, കിട്ടുണ്ടാവും. കാരണം മൈക്ക് അല്ല ഇത് മൈക്ക് അടിപൊളിയാ, പക്ഷെ നമ്മൾ ഇങ്ങനെ ആക്കണ്ടേ കാറ്റും വരുന്നല്ലേ. അല്ല ഇത് കാറ്റ് തടുക്കും മറ്റേ തൊപ്പ. അപ്പൊ ഗൈസ് അങ്ങനെയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ ആൾക്കാരുണ്ടോന്ന് നോക്കണില്ലല്ലോ. ഞാൻ ശരിക്കും ആളുകൾ നമുക്ക് ഒന്നും തരില്ല, നമ്മളാണ് ആളുകൾക്ക് എല്ലാം കൊടുക്കണ്ടേ, അങ്ങോട്ട് കൊടുക്കുക. ഏത് ഞാൻ പറഞ്ഞടാ, ഇവന്റെ സാധനം ഇറങ്ങില്ലേ ഷോർട്ടില് ഇവക്ക് വിളിച്ചല്ലോ, അതിൽ 3 വട്ടം ഞാൻ മിന്നാൻ തറവി പോയി. ഞാൻ ഇന്നലെ ആദ്യമായിട്ട് തറവി പോയി, 2 ദിവസം തറവി പോയിട്ടില്ല. അപ്പൊ ഇന്നലെ പോയപ്പോ ഇതെങ്ങനെ അപ്പൊ ഞാൻ അങ്ങനെ വാവന്റെ പറ്റി വന്ന്. അപ്പൊ ഞാനാണ് എന്താണ് പറഞ്ഞു, അത് നോർമൽ നമ്മൾ ചോദിക്കുമല്ലോ. 2 ആൾക്ക് ഇന്ന റൂറായിട്ട് സംസാരിച്ച് ഒരുത്തർ നല്ല പോലെ ചെക്കന്മാരൊക്കെ അങ്ങനെ ഇതായിട്ട് സത്യം പറഞ്ഞാൽ വളരെയധികം മാനസികമായിട്ട് തളർന്നു. അതിന്റെ ശേഷം 2-3 ആൾക്കാർ റൂഡായി സംസാരിച്ചിട്ടുണ്ട്. അയച്ചാല് പിന്നെ ഇൻബോക്സിൽ പിന്നെ ഒരു ഫ്രണ്ട് പറയുന്നിട്ട് ആരും അവനോട് ഇതേവരെ റൂഡായി സംസാരിക്കാത്ത മാതിരി. പിന്നെ ഇന്ന് ഒരു കുട്ടി ഇൻസ്റ്റ അത് കാണിച്ചില്ല, മെസ്സേജ് അയച്ചു. എന്റെ കൂടെ പഠിച്ച കുട്ടിയാണ് സൂര്യ. അയച്ച ഇന്നലെ പറയും ഹായ് സാബു സത്യം അത് ഞാൻ ഓൾട്ട് മെസ്സേജ് അയക്കാത്ത 2 വർഷം മെസ്സേജ് സാബു വലിയ ആളായില്ലേ ഇന്നെ ടോപ്പാക്കി. ഞാൻ ലൈക്ക് അടിച്ചു വിട്ടു. ഇവനെ കണ്ടാലേ പറഞ്ഞിട്ടുണ്ടാവും ഗൈസ് ഇവനെ കണ്ടാലേ നിങ്ങൾ പറയണം മറ്റേ നമ്മളെ അനാൻഷാന്റെ ടീമിലില്ലേ മറ്റേ നബീല് ഇപ്പോഴത്തെ അനാൻഷ ഒരു സ്റ്റോറി ഇട്ടിരുന്നില്ലേ നബീല് ഒരു ബൈക്ക് മരിക്കണേ മഞ്ഞ ടൗസർ ഇട്ടിട്ട് റമദാൻ മാസമായ തൊപ്പിടണ എല്ലാവരും ഉള്ള ഒരു ഗ്യാങ്ങില്. പിന്നെ റമദാൻ മാസമായ ഒരു കൂളിംഗ് ഗ്ലാസ് ഇടുക എന്താണെന്നോ ആയിട്ട് പെണ്ണുങ്ങളെ കാണൂല ഇത്ര മാസമായിട്ട് ഈ മുണ്ടെടുത്ത് വന്ന ഒരാളെ അതൊന്നുമില്ല. സിമ്പിളൊക്കെ ബ്ലാക്ക് ഇടുന്നതിൽ 2 കാര്യങ്ങളാ. ഒന്ന് ഞങ്ങള് പല പരിപാടികളുണ്ടല്ലോ ഞങ്ങൾക്ക്. ഞങ്ങള് എപ്പോഴാണോ കരിങ്കൊടി കാണിക്കാൻ അവസരം കിട്ടുന്നത് അപ്പൊ ഞങ്ങൾ സെറ്റ് ഓക്കെ ഗൈസ്. അതെ കോപ്പിറൈറ്റ് വരും മുത്തേ, കോപ്പിറൈറ്റ് വരും. ഇപ്പളെ ശ്രദ്ധിച്ച് പാട്ട് കിട്ടൂലോ. എന്നാ മതി. ഓക്കെ ഗൈസ്, ബൈ ബൈ. എല്ലാരോടും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, മണി അടിച്ചു പൊട്ടിക്കുക. ഗ്രോവിൻ ഐലാൻഡ് ഇത് നമ്മളെ ഗ്രോവിൻ ഐലൻഡ് എല്ലാമാണ് അർഷാദ്. അപ്പൊ ഇന്നത്തെ പരിപാടി എങ്ങനെയാണ്? ഒറ്റക്കാണോ സെറ്റ് ചെയ്തത് അതോ നാട്ടുകാരെ കുട്ടികളാണ് സെറ്റ് ചെയ്തത്? എങ്ങനെയാണ് സെറ്റ് ചെയ്തത്? കുറച്ച് സെലിബ്രിറ്റി ആൾക്കാരും പിന്നെ ഗ്രോവിന്റെ ടീമും സെറ്റ് ചെയ്താണ്. ഓക്കെ, ഇത് ഇവിടെ ഇങ്ങനെ സെലിബ്രിറ്റി സൂപ്പർ തേങ്ങ ഇഷ്ടായി. അതല്ല ഇത് നമ്മള് അത് ഞങ്ങൾ പരിചയപ്പെട്ടു, നമ്മൾ കണ്ട് ക്യാമറ കാണുമ്പോ മറ്റേ അസുഖം ഇൻട്രോട്ടല്ലേ ഞങ്ങൾ പറഞ്ഞാണ്. പക്ഷെ ഈ ക്യാമറ കാണുമ്പോ ഒരു സാധനം പിന്നെ ജീവിച്ചു പോകണ്ട കേട്ടെ പരിപാടി ഇതായി പോയല്ലോ അങ്ങനെ.
ആയിക്കോളൂ ശരി ഉഷാറല്ലേ? ഓ ഉഷാറല്ല റാഹത്താണ് എല്ലാവർക്കും റംദാൻ കരീം മതിയടാ ആയിക്കോട്ടെ, ഓക്കെ എന്നാ. അപ്പോൾ നമ്മൾ നോമ്പറക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കുറേ അധികം ഗസ്റ്റുകൾ വന്നിരിക്കുന്നു. ഒക്കെ നോമ്പ് എന്നിട്ട് നമുക്ക് കാണിച്ചു തരാം. എന്തായാലും ഇപ്പം എന്തോ ഫസ്റ്റത്തെ സാധനമൊന്നും വരുന്നില്ല, ഒരു വിറയലും ചമ്മലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങളെന്നാ നിസ്കരിച്ചിട്ട് വരാം. നോമ്പറന്നിട്ട് വരാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ നോമ്പ് അറക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഈ ഒരു അതെ പറക്കാൻ തന്നെ എന്താ പറയുക, ഈ ഒരു ടൈം ഉണ്ടല്ലോ ഇപ്പോഴൊക്കെ നമുക്ക് അധികം വിശക്കുക, പക്ഷെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. എന്ത് ആ മറ്റേ പാട്ട് വരില്ലേ, മറന്നുപോയി. എന്താ ഈ നല്ലൊരു സാധനം പറയാമെന്നാണ് മറന്നിക്കണ്. അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന ടൈമിൽ വർത്താനം പറയാൻ പറ്റില്ല. നമുക്ക് ഇവിടെ കുറേ അതിഥികൾ വന്നിക്കണ്. നമ്മളെ നിഹാലിക്കൊക്കെ വന്നിക്കണ്. നിഹാലിക്ക ഒരു ഹായ് കൊടുക്കാം. ഓക്കെ എല്ലാവരും ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്. സെറ്റല്ലേ? എന്നാ മതി, കുറേ അധികം ആൾക്കാരുണ്ട്. അപ്പം എന്തായാലും നമ്മൾ നോമ്പറക്കട്ടെ. ഇനി പൊന്നാരം പറയില്ല. ഓക്കെ, താങ്ക് യു. അതെ, ഓക്കെ നോക്കേട്ടോ. പൈസ ഇവിടെ മാങ്ങ ഉപ്പിലിട്ടവും പരിപാടിയൊക്കെ ഉണ്ട്. ഇത് നമ്മളെ ബൈത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ്. അത് നമ്മളെ ചങ്ങായിമാരെ ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അത് ഇതിലുണ്ടല്ലേ, സൈറ്റ് ഉണ്ടോ? സൈറ്റില്ല, വെബ്സൈറ്റില്ല, ഇൻസ്റ്റാഗ്രാം വഴി. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ ഇപ്പോൾ പരിപാടി? ഇത് നിങ്ങൾ ഇത് ഓഫ്ലൈന്, ഇത് ഓഫ്ലൈന്. ഓക്കെ, ഒരു പീസായിട്ട് മാങ്ങ ഇഷ്ടം. ഒരു കടി അടിക്കട്ടെ. ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്. നല്ല ഉപ്പും മുളകൊക്കെ പിടിച്ചാണ്. ഇത് എന്നിട്ടാ ഒരു നോക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നോമ്പുണ്ടായില്ലേ? ആയിക്കോട്ടെ. എടാ ഒരു മാങ്ങ തരുമോ? അല്ല അത് കൊടുക്ക, അത് കൊടുത്തു. സാധാ പൊരിപ്പിട്ടല്ലേ, അത് വേറെ എന്തോ സ്പെഷ്യൽ സോസ് ഉണ്ടോ? ഇതായി അച്ചാറാണ്. എന്റെ ബ്ലോഗിൽ ഇതുവരെ നിഹാൽക്ക് വന്നില്ല, കിട്ടിക്കിട്ട് ഫ്രീ ആണ്. രണ്ടു വാക്ക് എന്റെ ബ്ലോഗിൽ പറയാം. നല്ല ഉപ്പിലിട്ട്. അപ്പൊ ഗൈസ് നല്ല ഉപ്പിലിട്ടാണെന്നാണ് അവൻ പറയണത്. അല്ലത് പറയാ, ഉഷാറാണ്. പൈനാപ്പിൾ അടിപൊളി. മുസാഫർ കഴിച്ചില്ലേ? ഞാൻ കഴിക്കുന്നതിന് മുമ്പ് തന്നെ മണടിച്ചു. മതി മതി. അല്ല ഇതെവിടെ ഇടാം? വേസ്റ്റ് ഇനിയിപ്പോ എന്താ പറയാ, ആരോടാ? ഞാൻ എന്തേലൊക്കെ ഒന്ന് പറയാ ഞാനേ. മുണ്ട് ഗൈസ്, ഞാൻ ഇവിടെ കുറച്ച് ആൾക്കാരുള്ളൂ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നാണ്. എന്തായാലും പാളി. ഞാൻ ഇറങ്ങുമ്പോഴേ പറഞ്ഞാണ് ഇങ്ങനെ വരണോ. പോട്ടെ, എല്ലാം പോട്ടെ. ഇനി എന്തേലും പറയാം. ഞാൻ രണ്ടു വാക്ക് മതി. അടിപൊളിയായിരുന്നു. പറഞ്ഞു. സോറി ബ്രോ, ഞങ്ങൾ പറഞ്ഞാണ്. പറഞ്ഞു തന്നെയാണ്. എന്നാ പറഞ്ഞോ. നല്ലൊരു നോമ്പ് തുറയായിരുന്നു. എന്റെ ആദ്യത്തെ നോമ്പറാണ് ആദ്യത്തെ നോമ്പ, ഇക്കൊല്ലത്തെ നോമ്പരം. ആദ്യത്തെ നോമ്പോട്. എന്താണ് ഇവിടെ നോമ്പ് ഉണ്ടായിക്കണല്ലോ? പൈനാപ്പിൾ ലവ് യു. ആര്? മുസാഫിറോ? ഓ അങ്ങനെ തന്നെ പറയാം. ഇപ്പൊ എന്താ പറയാ, വ്ളോഗൊന്നും ചെയ്യാൻ വൈക്കില്ലടോ. ആകെ ഇവിടെ നിന്ന് പരക്കം പായ, ഒന്നും ചെയ്യാൻ വൈക്കില്ല. ഇജ് എങ്ങനെ വ്ളോഗ് എടുക്കല്? പറയേ, രണ്ടു പേർക്ക് പറയാം എങ്ങനെ വ്ളോഗ്. നമ്മള് വന്നിട്ടുള്ളത് എന്താ അറിയോ, നമ്മളിപ്പോ ഗ്രോവിയലിലെ ബഹുമാനപ്പെട്ട നോമ്പ് തുറക്കലിന്റെ ഭാഗമായി, അതെ നോമ്പ് തുറക്കലിന്റെ ഭാഗമായിട്ട് തന്നെ സൂപ്പർ സ്റ്റാർ നോമ്പ് തുറക്കലിന്റെ ഭാഗമായിട്ട് ഒന്നാണ് ഇവിടെ വിശിഷ്ടാതിയായ സൂപ്പർ വായു ഉണ്ട്, അർഷാദ് ഉണ്ട്, ഞാൽക്കയുണ്ട്, പെഡൽ മ്യൂസിക് ഉണ്ട്, അസിംഖ ഉണ്ട്. പേര് അല്ല പെട്ടെന്ന് പ്രൊനൗൺസ് ചെയ്യൂല്ലോ നമ്മൾ അറബിയില്.
പറഞ്ഞേ. അല്ല ഞാൻ റംഷാക്കട ആദ്യം ചോദിച്ചു നിങ്ങളെ വന്നിട്ട് അതിനോട് പറഞ്ഞു അതാണ് ലവ് ഉണ്ട്. അതെ പൈനാപ്പിൾ അടിപൊളി ഉഷാറായി. നമുക്ക് അച്ചാറ് കുറച്ചുണ്ട്, അച്ചാറൊക്കെ ആയിക്കോട്ടെ. അപ്പൊ സെറ്റാണ്. കോഴിവട കഴിച്ചില്ലേ? പൊന്നാനിയുടെ സ്പെഷ്യലാണ്. അപ്പൊ നമ്മൾ എല്ലാ വടയും ഇന്ന് വൈകുന്നേരം കഴിക്കുന്നതാണ്, രാത്രി കഴിക്കുന്നതാണ്. ഓക്കെ, പോണേനും കഴിക്കും. ടേസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മൾ പോവാം. ഓക്കെ, ബിജുബായ്. ബിജുബായ് രണ്ടു വാക്ക്. ബിജുബായ് കുറെ ഫാൻസ് ഉണ്ട് ബിജുബായിന്. ഹലോ ഗൈസ്. ഇവൻക്ക് അതന്നെ എനിക്കില്ലാത്ത കുറവെന്തിനാ? അതെ എന്നാ പറ, രണ്ടെണ്ണം പറ. രണ്ടു കാര്യം പറ. ഹലോ ഗൈസ്. ഹലോ ഗൈസ്. സുഖമല്ലേ പ്രതീക്ഷിക്കണോ? അല്ല എന്തേലും പറ. അത് പറയാം. നോത്തര അടിയല്ലേന്ന് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടായിരുന്നു പറയേ. അല്ല അനക്ക് നോമ്പുണ്ടായിനോ? എത്ര എടുത്തപ്പോ? ഫുൾ എടുത്ത്. എടുത്തിക്കണേ. ഇത് മൂന്നാമത്തെ ഫുള്ളാ. മാഷാ അല്ലാ. പക്ഷെ ചെക്കന്മാര് പണ്ടത്തെ കുട്ടികളെ പോലെയല്ല, എല്ലാം നോമ്പ് എടുക്കുന്നുണ്ട്. ഞാനും നിർത്തിയില്ല, അതുകൊണ്ട് പറഞ്ഞേ. സ്പെഷ്യൽ സാധനമാണ്. ഒരു സ്പെഷ്യൽ സാധനം വന്നിക്കണേ. കണ്ണുക്കാവോ? കണ്ണുപൂട്ടിക്കാളാ നിക്കട്ടോ, ഇതിന്റെ ഉള്ളിലൊക്കെ എഴുതിട്ടോ. ഞാൻ സത്യം പറയാം, ഉപ്പിലിട്ടേക്കാളും രസം കേട്ടോ. ഉപ്പിലിട്ട മാങ്ങയെ കുറച്ച് പൗത്ത പോലെ. പൗത്തക്ക് അതോ ഇതായിക്കാണോ ബാടിയാണ്. മസാല നല്ല ടേസ്റ്റ് ഉണ്ട്. മാങ്ങ ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ മാങ്ങ. ഐ ലവ് മാങ്ങ. ഇംഗ്ലീഷ് കേട്ടി. അപ്പൊ ഗൈസ് ഓക്കെ, ഞങ്ങളിപ്പോ നോമ്പറിന് നമ്മളെ നോമ്പറിന് ഇപ്പൊ ഈ അറിയാത്തവർക്ക് പറഞ്ഞുതരാം. നോമ്പറക്കൽ 2 സെഷനായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോ കാരക്കൊക്കെ ആയിട്ട് നമ്മൾ നോമ്പറക്കും. നിക്ക് അത് കണ്ടിരിക്കും. ഇതൊക്കെ ഇത് ഇൻസ്റ്റഗ്രാമല്ല, ഇത് യൂട്യൂബാ. ഇതില് ഫുള്ള് പ്രായമുള്ള ആൾക്കാരാ, ഓർക്ക് അണ്ടി വർത്താനൊന്നും പറ്റൂല. അപ്പൊ ഗൈസ് ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാല്, നമ്മളെ നോമ്പറക്കല് 2 ടൈപ്പായിട്ടാണ് വരുന്നത്. ടൈപ്പല്ല, 2 സെഷനായിട്ടാണ് വരുന്നത്. ഫസ്റ്റത്തെ സെഷൻ പറഞ്ഞ കാരക്ക, ജ്യൂസ്, വത്തക്ക, പൈനാപ്പിൾ, മുന്തിരി, അങ്ങനത്തെ ഒരു നോമ്പറ. അത് കഴിഞ്ഞ് നമ്മളൊന്ന് നിസ്കരിക്കാൻ പോകും. അപ്പോൾ ഏകദേശം നമ്മളൊന്ന് സെറ്റാവും. പിന്നീടാണ് നമ്മളെ വലിയ കടികൾക്ക് പോവാം. മിജുബായ് ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും ചെക്കന്മാർ വരെ ഊക്കി വിടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ അധികം നേരം എന്നാൽ ശരിയാവില്ല, നോമ്പറക്കാൻ നോക്കട്ടെ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും റമദാൻ കരീം. എല്ലാവരും നോമ്പെടുക്കുക, നിസ്കരിക്കുക, ആറാം പറപ്പൊന്നും പോലെ. ഓക്കെ, താങ്ക് യു ഗൈസ്, ബൈ. നമുക്ക് പുതിയൊരു ഡയറക്ടറിനെയും കിട്ടിക്കണോ, ഒരു സിനിമ നടനെയും കിട്ടിക്കണോ. അതുപോലെ ഡയറക്ടർ വേറെ ആരുമല്ല, ഇജ്ജ് ഡാൻസ് കളിച്ചില്ല, അതില് ചെറിയ റോള് ചെയ്തു പോയില്ലേ. അപ്പൊ നിഹാൽക്കാന്റെ നാട് ഇവിടെ തന്നെയാണ്, പൊന്നാനിയാണ്. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് അറിയാം, എന്നാലും പറയാം. തന്നെയാണ് ഞങ്ങൾ ഇതിന് മുന്നേ ഇവിടെ കൂടിയിട്ടില്ലേ, നമ്മൾ കൂടിയുണ്ട്. അതെ ഗൈസ്. അപ്പോ എന്താണ് ഇത്, പിന്നെ സിനിമ നടനാന്നൊക്കെ പറയണ്ടേ, ഞാൻ കണ്ടില്ല. ഞാനും കണ്ടിട്ടില്ലേ. ഞാൻ സിനിമ എടുത്തിട്ടേ ഞാൻ അങ്ങനെ ക്യാമറയിൽ ഡയറക്ടർ നോക്കുമ്പോൾ ഒളിഞ്ഞു നോക്കിട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ വലുതായിട്ടുണ്ട്. സിനിമ വന്നപ്പോ അലിൻ ജോസ് കാണിക്കലുണ്ടേ വട്ടിട്ടൊക്കെ. അതെ, അതേപോലെ എന്നിട്ട് എന്നോട് ഡയറക്ടറിന്റെ ഓലായിട്ട് ആള് വിളിച്ചു, റിലീസ് ചെയ്ത ആദ്യം തന്നെ സിനിമയുടെ കഥ എടുത്തിട്ടല്ലടാ. കഥ എടുത്തിട്ടോ? സന്തോഷം കൊണ്ടിട്ട് അയച്ചു പറയുമ്പോ ഞാൻ അങ്ങനെ പിടിച്ചു. അപ്പൊ ഗൈസ് ഇന്ന നേരത്തെ ഓൻ ഇവിടുന്ന് അച്ചാറ് തരാറാണ് വിളിച്ചത്. അപ്പൊ സ്റ്റോറേജ് ഫുള്ളായതാ. എവിടെ അച്ചാറ്? വാ എല്ലാരും വരി. നമ്മൾ ഇനി കഴിക്കാൻ പോണ ബൈത്തിന്റെ എന്താ അച്ചാറാണ്? മാംഗോ. ഇത് കഴിക്കണ്ടല്ലേ? കഴിക്കാൻ മതി. ഇത് നിങ്ങള് വീട്ടിൽ നിന്ന് ഉണ്ടാക്കണോ ഫാക്ടറിയാണോ? വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാ. ഞങ്ങൾ ഉമ്മ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നതാ. ഹോം മെയ്ഡ് ആണ്, നോ പ്രിസർവേറ്റീവ്സ്. അങ്ങനെയൊക്കെയാണ്. ഹോം മെയ്ഡ് ആണ്, നോ പ്രിസർവേറ്റീവ്സ്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കണാണ്. ഓക്കെ, താങ്ക് യു. അങ്ങനെയല്ലേ പറയാം. നല്ല സാധനമാണ്, വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത്. ഉഷാറാണ്. പെരയിൽ ഉണ്ടാക്കണ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതെന്താ?
വെറുതെ എന്നാ? ഞാൻ കഴിക്കണം. അത് അപ്പത്തേക്കല്ലിടാം. അപ്പോൾ ഗൈസ് അടിപൊളിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ്ട. ഇത് നിങ്ങളെ പൊന്നാനി ഇവിടെ ഉണ്ട്, കർമ്മയിലുണ്ട്. കർമ്മയിൽ എവിടെ? ഫുഡ് കോർട്ടിൽ അത് എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്. മാങ്ങച്ചാറ് കഴിച്ച് വേറെന്താ അച്ചാറല്ലേ? ബീഫ് പൊട്ടിച്ചാണ്ടോ? ബനാനേ? പഴച്ചാറോ? നോക്കാം. ബനാന പിക്കളോ? ആ ഇന്നലെ ബലി പറഞ്ഞു. ഗൈസ് ഹനാൻ ഷാന്റെ ഒരു 17 Pro Max അടിച്ച വിന്നറാണ്. 70 Pro പറഞ്ഞിട്ട് കായില്ലാണ്ടാവും അപ്പൊ ഇനി ഞങ്ങൾ അത് മാറ്റിയിട്ട് മാക്സ് ആക്കും. ഗൈസ് നമ്മൾ ഇനി അടുത്ത ട്രൈ ചെയ്യാൻ പോണത് ബൈത്തിന്റെ വായക്കച്ചാറ്. ഇത് പൗത്ത വായക്കാണോ അതോ പച്ച വായക്കാണോ? നേന്ത്രപ്പഴം. നല്ല കാര്യങ്ങൾ ഏർപ്പെടാ. വായക്കെന്ന് അറിയണമെന്നില്ല, വേറെ ടേസ്റ്റ്. മാങ്ങച്ചാർ കൂടി അങ്ങനത്തെ ടേസ്റ്റ്. രസമുണ്ട്. നിങ്ങളെ ബീഫ് ഒന്ന് പൊട്ടിക്കും. ബീഫ് ഒന്ന് നോക്കട്ടെ. വായക്കച്ചാറുണ്ട്. ട്രൈ ചെയ്യാനുള്ളൊരു ട്രൈ ചെയ്തോളി. ഒരു വെറൈറ്റി അച്ചാറാണ് ഇപ്പോൾ പൊട്ടിച്ചിരുന്നു. പഴം വായക്ക പച്ച. സോറി വായക്കല്ല, നേന്ത്രപ്പഴം. ഞങ്ങളവിടെ വായക്കാന്ന് മറ്റേനെ പറയാം. അത് വായക്കല്ലേ? കഴിച്ചോ? ആർക്കാ സിനാൻ കിട്ടിയോ? മാങ്ങ. അടുത്തായി നമ്മൾ ട്രൈ ചെയ്യാൻ പോണേ ബൈത്തിന്റെ ബീഫ് പിക്കിൾ. ഇതൊക്കെ വീട്ടിലത്തെ ഗൈസ് നമ്മൾ അച്ചാർ കഴിക്കാൻ പോണ്. ബീഫ് പൊളിച്ചു. ബീഫ് ലെമൺ ഇല്ലല്ലോ. പൊട്ടിക്കും. ബീഫ് നൈസായിട്ടോ. ടേസ്റ്റില്ല. എന്താണ് അച്ചാറിനെ പറ്റി പറയാം? രണ്ടാക്കോ നല്ല അച്ചാർ. സൂപ്പർ. വീട്ടിലും കുറച്ച് മധുരം കൂടെ ഇട്ടാ പൊളിച്ചെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പറ്റൂല അല്ലേ? എന്നാ ഉപ്പിട്ടോ. ഓക്കെ ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ് പോവാണ് കേട്ടോ.